കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നിലയിൽ ഇന്ന് രാവിലെ സമയം ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനം ശുശ്രൂഷിപ്പാൻ ലഭിച്ച അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം. വിശിഷ്യ ഈ മിനിസ്ട്രീസിൻ്റെ പ്രസിഡന്റ് സഹിതം ഒഫീഷ്യലായിട്ടുള്ള അഡ്മിന്മാരായിട്ടുള്ള എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം പറഞ്ഞുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു ഭാഗം കർത്താവിൽ ഓർപ്പിപ്പാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. യേശു എങ്ങനെയുള്ളവരെന്ന് കാണുവാൻ സക്കായി എന്തു ചെയ്തു? വളരെ ആഗ്രഹിച്ചു. യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച സക്കായിയെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും. അദ്ദേഹം ആരാണ്? ചുങ്കക്കാരിൽ പ്രമാണിയാണ്. ദ കമ്മീഷണർ, ടാക്സി കമ്മീഷണറാണെന്ന് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ 4 കാരണങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഒന്ന്, ഈ യേശുവിനെ ആളുകളെല്ലാം വിളിക്കുന്ന ചുങ്കക്കാരുടെ സ്നേഹിതൻ എന്നാണ്. പുറം ലോകം എന്ന് പറഞ്ഞ സമൂഹം ചുങ്കക്കാരെ വെറുത്തിരുന്നു എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ചുങ്കം പിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിയാൽ ചുങ്കം പിരിക്കുവാൻ റോമൻ ഗവൺമെൻറ് പ്രത്യേകിച്ച് പലയിടങ്ങളിൽ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ആക്കിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ചുങ്കം പിരിക്കുന്നതിനുള്ള ജോലിയിൽ ഏറ്റവും കൂടുതൽ പണം നൽകുന്നവർക്കാണ് ഈ ചുങ്കം പിരിവിനായിട്ടുള്ള ആ ജോലി കൊടുത്തിരുന്നത്. ചുങ്കക്കാരൻ റോമൻ ഭരണകൂടത്തിൻ്റെ ശമ്പളം പറ്റിയിരുന്നില്ല. അതിന് പകരം ജനങ്ങളിൽ നിന്ന് എത്രമാത്രം കൂടുതൽ വസൂലാക്കാമോ, എത്രമാത്രം കൂടുതൽ പിരിക്കാമോ അതുപോലെ പിരിച്ചു വന്നു അവരെ. അതുപോലെ തന്നെ പണം എന്ത് ചെയ്തു? അവർ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തു. അങ്ങനെ ജനങ്ങളെ പിഴിഞ്ഞ് ചുങ്കം പിരിച്ച് അവരുടെ ശമ്പളം കൂടെ അവരതിൽ നിന്ന് പറ്റിയിരുന്നത് കൊണ്ട് റോമൻ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തോട് ആ നിലകളിൽ അവർക്ക് കൂടുതൽ ബന്ധവും, അപ്പം തന്നെ അവരെ സംബന്ധിച്ച് നാട്ടുകാരുമായി മറ്റുള്ളവരുമായി വലിയ അകൽച്ചയുമുണ്ടായി. ഈ പിഴിഞ്ഞ് മേടിക്കുകയല്ലേ, ടാക്സ് പിഴിഞ്ഞു മേടിക്കാവുന്നിടത്തോളം മേടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് ഇവർക്ക് എന്തില്ല? നല്ലൊരു ബന്ധമില്ല. ആ നിലകളിലുള്ളൊരവസ്ഥയാണ് ഈ ചുങ്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിൽ ടാക്സ് കമ്മീഷണറായിരുന്നു ഈ സക്കായി. ഈ മനുഷ്യൻ ആ നിലകളിൽ ജീവിച്ചിരുന്ന ഒരാളെന്നുള്ള അനുഭവത്തിൽ മറ്റുള്ളവർ അവരാൽ വെറുക്കപ്പെട്ട ഒരുവനായിരുന്നു ഈ സക്കായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, യേശുവിനെ കാണണം. പ്രധാനമായി 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശുവിനെ വിളിക്കുന്നത്, ആളുകളെല്ലാം വിളിക്കുന്നത് ചുങ്കക്കാരുടെ സ്നേഹിതൻ എന്നാണ്. എല്ലാവരും ചുങ്കക്കാരെ തള്ളുമ്പോൾ, വെറുക്കുമ്പോൾ യേശുവിനൊരു പേരുണ്ട്, ചുങ്കക്കാരുടെ സ്നേഹിതൻ. ഇത്രയും വെറുക്കപ്പെട്ട ആളുകളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിതനുണ്ടെങ്കിൽ, അങ്ങനെ ഒരാള് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഉന്നതനാണ്, പുരുഷാരത്തെ പോഷിപ്പിക്കുന്നവനാണ്, തൻ്റെ ശുശ്രൂഷ രോഗികളെ സൗഖ്യമാക്കുന്നതാണ്, പേര് ചുങ്കക്കാരുടെ സ്നേഹിതൻ എന്ന. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കണ്ടേ പറ്റൂ. ഈ ചിന്ത സക്കായിയുടെ ഹൃദയത്തിലുണ്ടായി. രണ്ടാമത്, ചുങ്കം പിരിക്കുന്ന മറ്റൊരാളായിരുന്നു മത്തായി. കഫർന്നഹൂമിൽ ചുങ്കം പിരിച്ചു കൊണ്ടിരുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു ചുങ്കം പിരിവുകാരൻ ഒരു വാക്കിൽ യേശുവിൻ്റെ പിന്നാലെ പോയി എന്ന് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതം തോന്നി.
ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ഇടത്ത് യേശുവിൻ്റെ സാന്നിധ്യം അതുവഴി വന്നപ്പോൾ ഈ മത്തായിയെ കണ്ടു. മത്തായിയോട് കൂടുതൽ സംസാരിച്ചതായിട്ടൊന്നും നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. നീ എന്നെ പിന്നാലെ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ക്ഷണത്തിൽ ഈ ടാക്സ് പിരിവുകാരൻ, ഇത്രയും പണമുണ്ടാക്കിക്കൊണ്ടിരുന്ന മനുഷ്യൻ ക്ഷണത്തിൽ തന്നെ തൻ്റെ ആ ചുങ്കം പിരിവ് അഥവാ ടാക്സ് കളക്ഷൻ വിട്ടിട്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി. എന്തോ യേശുവിനൊരു മാസ്മര ശക്തിയുണ്ട്. അല്ലെങ്കിൽ ചുങ്കം പിരിക്കുന്ന മത്തായി യേശുവിൻ്റെ ശിഷ്യനായി മാറുകയില്ല. എല്ലാവരും അതൊരു പാട്ടാക്കി നാട്ടിൽ ചുങ്കം പിരിവുകാരനായ മത്തായി യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയിരിക്കുന്നു. ഇത് സക്കായി കേട്ടു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സക്കായിയുടെ ഉള്ളിലൊരു ചിന്ത, യേശുവിന് എന്തോ ഒരു മാസ്മര ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഈ മത്തായിയെ ആ നിലയിൽ ശിഷ്യനാക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. മൂന്നാമത്തെ ചിന്ത യേശു പറഞ്ഞ ആ ഉപമയാണ്. ആ ഉപമയിൽ ഇങ്ങനെയാണ്, ഒരു ചുങ്കക്കാരനും ഒരു പരീശനും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ പോയി. പരീശൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നാം വായിക്കുന്നുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. ഞാൻ സ്തോത്രം ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പതാരം കൊടുക്കുന്നു, അതും ഇതുമൊക്കെ ചെയ്യുന്നു. ഇദ്ദേഹം പ്രാർത്ഥിക്കുക ആ നിലകളിൽ ശക്തമായ പ്രാർത്ഥനയാണ്. എന്നാൽ ഈ ചുങ്കക്കാരൻ അങ്ങോട്ട് മാറി നിന്നുകൊണ്ട് നെഞ്ചത്തടിച്ച് ഇങ്ങനെ പറഞ്ഞു, ഈ പാവിയായ എന്നോട് കരുണ തോന്നണമേ. നാം അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി പോയി. അപ്പോൾ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയെ യേശു ന്യായീകരിച്ചു. ആരും ന്യായീകരിക്കുകയില്ല. കാരണം പരീശ സമൂഹം എന്ന് പറയുന്നത് അന്ന് അറിയപ്പെടുന്ന യഹൂദന്മാരുടെ ഇടയിലെ ഒരു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളായിരുന്നു. അവരെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ചുങ്കക്കാര് എല്ലാവരാലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി മാറ്റി നിർത്തപ്പെട്ടവരുമായിരുന്നു. എന്നാൽ ഈ മാറ്റി നിർത്തപ്പെട്ടവൻ നീതീകരിക്കപ്പെട്ടു എന്ന് യേശു പറഞ്ഞപ്പോൾ, അയ്യോ, യേശുവിനെ സംബന്ധിച്ച് ഈ പരീശനെ കുറിച്ച് പ്രത്യേകിച്ച് സ്തോത്രം, ഈ പരീശനോടുള്ള ഈ ചുങ്കക്കാരനോടുള്ള ബന്ധത്തിൽ യേശുവിനുള്ള സ്നേഹം എന്തെന്ന് വാസ്തവത്തിൽ ആര് മനസ്സിലാക്കി? സ്തോത്രം, ഈ സക്കായിയുടെ ഉള്ളത്തിൽ ഒരു ചിന്ത വന്നു. പരീശനെ മാറ്റി നിർത്തിയിട്ട് ചുങ്കക്കാരനെ എൻ്റെ കർത്താവ് അഥവാ യേശു ന്യായീകരിച്ചു എന്ന് കേട്ടപ്പോൾ യേശു എന്തോ പ്രത്യേകതയുണ്ട് ചുങ്കക്കാരോട് എന്ന് സക്കായി ചിന്തിക്കുവാനിടയായി. മാത്രമല്ല, എരിഹോവിൻ്റെ വാതിക്കലിരുന്ന ബർത്തിമായിക്കുണ്ടായ വിടുതൽ ഈ സക്കായി അറിഞ്ഞു. കണ്ണു കാണാൻ മേലാത്ത ഒരുത്തൻ നാളുകളായി അവിടെ ഇരുന്ന് ഭിക്ഷയാചിക്കുക. ഒരു ദിവസം അവൻ വിടുതൽ പ്രാപിച്ചു. അപ്പോൾ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്നൊരു ചിന്ത കൂടെ ഇവൻ്റെ അകത്ത് വന്നു കയറി. കേട്ടോ, ഈ 4 പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് യേശുവിനെ കാണുവാൻ ഇവൻ താല്പര്യപ്പെട്ടത്. ഇവൻ്റെ ഹൃദയത്തിൽ അങ്കുരിച്ചു, യേശുവിനെ എനിക്കൊന്ന് കാണണം. അവിടെ വായിക്കുന്ന വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ മുൻപോട്ടോടി എന്നാ വായിക്കുന്നു. യേശുവിനെ കാണുവാൻ അവൻ മുൻപോട്ടോടി. യേശു വരുന്ന വഴിയിൽ അവൻ മുൻപോട്ടോടുകയാണ്. വളരെ ഉള്ളിൽ വ്യഗ്രതയും ആഗ്രഹവും നിറഞ്ഞിരിക്കുക. ഇത്രയും ചുങ്കക്കാരെ സ്നേഹിക്കുന്ന, പാപികളെ സ്നേഹിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി മനുഷ്യർ മുഴുവൻ തള്ളിക്കളയുന്ന, കണ്ടാൽ അറയ്ക്കുന്ന ആളുകൾ പറയും അവൻ എൻ്റെ കാശി മുഴുവൻ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ശപിക്കുന്ന പല ആളുകളും തള്ളിയിട്ടിരിക്കുന്ന ഈ ചുങ്കക്കാരെ സ്നേഹിക്കുന്ന ഒരു യേശുവിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ടാക്സ് കമ്മീഷണറായ ഈ സക്കായിക്കൊരാഗ്രഹം, എനിക്ക് യേശുവിനെ കണ്ടേ പറ്റൂ, യേശുവിനെ എനിക്ക് കാണണം. അതിനുവേണ്ടി അവൻ മുൻപോട്ട് ഓടുകയാണ്. നാം ഇങ്ങനെ വായിക്കുന്നു, അവനൊരു കാട്ടത്തിമേൽ കയറി. ഈ എരിഹോവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചാൽ, ഈത്തപ്പട്ടണം എന്നറിയപ്പെടുന്ന ഈ എരിഹോവ് ഉദ്യാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന
നിബിഡീകൃതമായിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഹേരോദാവിന്റെ മകനായ അർക്കലയോസ് അവിടെ ഒരു ഹേമന്ത കൊട്ടാരവും പണിയിച്ച് റോഡരികിൽ അനേക അത്തിമരങ്ങൾ വെച്ചു പിടിപ്പിച്ച് ആ യെരിഹോവിന്റെ വീതികൾ ഭംഗിയാക്കിയതായി നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അപ്പൊ യെരിഹോവിന്റെ വീതികളിൽ ഈ അർക്കലയോസ് പ്രത്യേകിച്ച് ഈ ഉദ്യാനം എന്നറിയപ്പെടുന്ന ഈ മനോഹരമായിരിക്കുന്ന നിലയിൽ ഇതിനെ അലങ്കരിച്ച് അതിൻ്റെതായ നിലയിൽ ഈ യെരിഹോവിനെ ആക്കി തീർക്കുമ്പോൾ ആ റോഡ് സൈഡുകളിൽ മുഴുവൻ അത്തിമരം എന്ത് ചെയ്തു? നട്ടുപിടിപ്പിച്ചു എന്ന് നമുക്ക് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള ഒരു അത്തിയുടെ മുകളിലേക്ക് എന്ത് ചെയ്തു? സക്കായി വലിഞ്ഞു കയറി. സാധാരണ ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ ടാക്സ് കമ്മീഷണറാ, എന്തുകൊണ്ട് അത്തിയുടെ മുകളിൽ കയറിയെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാനീ പറഞ്ഞതുപോലെ യേശുവിനെ എനിക്ക് കാണണം എന്നുള്ള ഒരൊറ്റ വ്യഗ്രത കൊണ്ട് താൻ അത്തിയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി. അവിടെ എഴുതിയിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പുരുഷാരം നിമിത്തം അവന് കാണുവാൻ കഴിഞ്ഞില്ല. പുരുഷാരം, ഒരു വലിയ കൂട്ടം പുരുഷാരം എപ്പോഴും യേശുവിൻ്റെ കൂടെയുണ്ട്. യേശു എവിടൊക്കെ പോകുന്നു അവിടെയൊക്കെ അവനെ അനുധാവനം ചെയ്യുന്ന ഒരു കൂട്ടം പുരുഷാരത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഒരിക്കൽ യേശു പുരുഷാരത്തോട് സംസാരിക്കുന്ന ഒരു ഭാഗം ഈ പുസ്തകത്തിലുണ്ട്. വാക്യങ്ങൾ ഞാൻ എടുത്തു വായിക്കുന്നില്ല. പുരുഷാരത്തോട് സംസാരിച്ചു, അവരോട് ദൈവവചനവും ആലോചനകളും ദൂതുകളും ഒക്കെ പറഞ്ഞു. ശേഷമായി കർത്താവ് എന്ത് ചെയ്തു? സ്തോത്രം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോരാ, പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും സഹിതം അതിൽ കൂടുതൽ ആളുകളുണ്ട്. അവർക്ക് വേണ്ടതെല്ലാം നൽകി, ആഹാരം നൽകി. ഇത് കഴിഞ്ഞപ്പോൾ ഇവർ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ വന്നു. നോക്കണേ, അപ്പം കിട്ടുന്നൊരു മാർഗമാണ് യേശുവിൻ്റെ മാർഗമെന്ന് കരുതി അന്നേരം ഇവരൊരു പ്ലാൻ ചെയ്തു. യേശുവിനെ പിടിച്ച് ആരാക്കുക? രാജാവാക്കുക. യേശുവിന് മനസ്സിലായി യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ വന്നിരിക്കുക. യേശു അവരോട് പറഞ്ഞ ഒരു വാക്ക് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. യേശു ഇഹലോകത്തിൽ വന്നത് വെറും ആഹാരം കൊടുക്കുവാൻ, ഈ കാണുന്ന ആഹാരം കൊടുക്കുവാനല്ല, റേഷൻ കൊടുക്കാനല്ല, അപ്പം മീനും വീതിച്ചു കൊടുക്കാനല്ല. സ്തോത്രം. അതിങ്ങോട്ട് യേശു സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പെറുപെറുക്കാൻ തുടങ്ങി. യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കി. ഇവനാരുടെ ഉള്ളി? അപ്പം തിന്നുന്നവരുടെ തിരികളുടെ രാജാവായിരിക്കാൻ യേശുവിനെ ക്ഷണിച്ച് യേശുവിനെ വല്ലവിധേനെ നമ്മുടെ എല്ലാത്തിലും ചാപ്പാടിന് വേണ്ടി യേശുവിനെ കൊള്ളാമെന്ന് കണക്ക് കൂട്ടി വന്നപ്പോൾ യേശു പറയാ, ഇതിനു വേണ്ടിയല്ല ഞാൻ വന്നത്, കേവലം ഒരു അപ്പത്തിന് വേണ്ടി അപ്പം തരാൻ വന്നയാളല്ല ഞാൻ നിത്യജീവന്റെ ആഹാരം നൽകുന്ന ആളാണെന്ന് പറഞ്ഞ് യേശു അതിനെക്കുറിച്ച് സവിസ്താരമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് പറയുക, ഓ ഇത് കഠിന വാക്ക്, ഇത് കേൾക്കാൻ പറ്റത്തില്ല. അപ്പം തിന്നുന്ന കാര്യമായിരുന്നേ കേൾക്കായിരുന്നു, ചാപ്പാട് കിട്ടുന്ന കാര്യമാണ് കുഴപ്പമില്ല. ഇന്നും മനുഷ്യൻ ആഗ്രഹിക്കുന്ന അതാണ്. ഈ പുറമേ ഉള്ള അരച്ചാൻ വയറിന്റെ ചാപ്പാടിന്റെ കാര്യം വല്ലതും പറയുമായിരുന്നേ അതെത്ര നല്ലതാ, അതിനു വേണ്ടിയാ മനുഷ്യൻ ഇന്ന് വെമ്പൽ കൊള്ളുന്നത്. എന്നാൽ എൻ്റെ യേശു കേവലം വയറിന് വേണ്ടി, അപ്പത്തിന് വേണ്ടി അപ്പം തന്ന് നിന്നെ 4 നേരം പോറ്റാൻ വേണ്ടി ഇറങ്ങി വന്നയാളല്ല, മറിച്ച് നിന്റെ നിത്യത നിർണയിക്കുന്നയാളാണ് യേശു എന്ന് ശക്തമായ ഭാഷയിൽ പുരുഷാരത്തിന് നടുവിൽ വെളിപ്പെടുത്തി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ പറയാം, ഞങ്ങൾ ഇനിയില്ല,
ഈ ശുശ്രൂഷയ്ക്കാണ് ഞങ്ങൾ ഇനിയില്ല, ഞങ്ങൾ വരുന്നില്ല. വയറ് നിറയ്ക്കുന്ന ശുശ്രൂഷയാണ് ഞങ്ങളുണ്ട്, വയറ്റിലൊന്നും പോകാത്ത ശുശ്രൂഷയാണെങ്കിൽ ഞങ്ങൾ വരുന്നില്ല. ആളുകളെല്ലാം കൂടെ യേശുവിനെ ഇട്ടേച്ച് ഒരൊറ്റ പോക്ക്. ഉടനെ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കർത്താവിനെ ശക്തമായി പഠിച്ച ഒരു ഭാഗമാണത്. വേണമെങ്കിൽ 4 പേര് തന്നോട് കൂടെ ചേർന്ന് നിൽക്കട്ടെ എന്നല്ല യേശു കരുതിയത്. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? ആമേൻ. പത്രോസ് ഉടനെ യേശുവിൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കണ്ടത് അപ്പം തിന്നുന്നതിനെ കുറിച്ചല്ല, വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചല്ല, മീനിനെ കുറിച്ചല്ല. ഞങ്ങൾ കണ്ടത് നിന്റെ അകത്തു നിന്നും ബഹിർഗമിക്കുന്ന നിത്യജീവന്റെ മൊഴികൾ. നീ നിത്യനായ ദൈവത്തിന്റെ പുത്രനാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞ പത്രോസ് പറയുകയാണ്, അങ്ങേ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ആരൊക്കെ പോയാലും ആരൊക്കെ പിന്മാറിയാലും അങ്ങേ വിട്ട് ഞങ്ങൾ പോകയില്ല. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞെന്ന് ചോദിച്ചാൽ പുരുഷാരം എങ്ങനെയുള്ളവരാണെന്ന് അറിയുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേ. എന്തെങ്കിലും കടിക്കാൻ കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുന്നവരാ പുരുഷാരം. അല്ലാതെ യേശു ചെയ്യുന്ന, യേശുവിലൂടെ വരുന്ന നിത്യജീവന്റെ വചനങ്ങൾ അത് ഏറ്റെടുക്കാൻ പുരുഷാരത്തിന് താല്പര്യമില്ല. എന്നാൽ യേശുവിനെ വിടുവോ? അതുമില്ല. യേശുവിന്റെ ചുറ്റും വട്ടം കൂടി നിൽക്കുക, എവിടെ പോയാലും പോകുക. അവൻ ആരെങ്കിലും യേശുവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച അവനെ ഒട്ട് കാണിക്കുകയില്ല. പൊക്കം കുറഞ്ഞവനാണെങ്കിൽ ഒട്ട് പറയുകയും വേണ്ട. യേശു ഞങ്ങളുടെ പുള്ളിയാണെന്നും പറഞ്ഞാ നടക്കുന്ന യേശുവിനോട് ചേർന്ന്. എന്തിനാ നടക്കുന്നത്? വല്ലോ 4 അപ്പം കിട്ടണം, വല്ലോ 4 വയറ്റിനകത്ത് പോകണം. ഇതിനു വേണ്ടി മാത്രം യേശുവിനെ വട്ടം പിടിച്ചിരിക്കുന്ന പുരുഷാര നിമിത്തം യഥാർത്ഥമായി യേശുവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന പലർക്കും യേശുവിനെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇന്ന് പകലുകാലം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പുരുഷാര നിമിത്തം ഈ സക്കായിക്ക് എന്ത് കാണുവാൻ പറ്റുന്നില്ല? യേശുവിനെ കാണുവാൻ പറ്റുന്നില്ല. സ്തോത്രം. നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, കഫർന്നഹൂമിലെ ആ വീട്ടില് എൻ്റെ യേശു ഉണ്ടെന്നുള്ള ശ്രുതി അങ്ങോട്ട് പരന്നു. യേശു വന്നിട്ടുണ്ട്. ആളുകളെല്ലാം ഒരു വിടുതലിന് വേണ്ടി യേശുവിൻ്റെ അടുക്ക വരികയാണ്. ഈ സമയത്ത് 4 പേര് ചേർന്ന് ഒരുത്തനെയും ചുമന്നുകൊണ്ട് വരുന്നു. പക്ഷേ അവിടെ ഒരു വാക്യമുണ്ട്, അത് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഈ പുരുഷാര നിമിത്തം യേശുവിൻ്റെ അടുക്കലേക്ക് ഇവനെ എത്തിക്കുവാൻ കഴിഞ്ഞില്ല. ശ്രദ്ധിക്കണേ, പുരുഷാരം വഴിയടഞ്ഞു നിൽക്കുക. ഒരു വലിയ കൂട്ടം ആളുകൾ ഉണ്ട്, പക്ഷെ വിടുതൽ പ്രാപിക്കാൻ ഒരുത്തം കൊണ്ടുവരിക, ഒരുത്തനെ ചുമന്നുകൊണ്ട് വരിക. അത് 4 ആളുകൾ ചേർന്നാ ചുമന്നുകൊണ്ട് വരുന്നത്. ഈ 4 പേരെ ഒന്ന് ശ്രദ്ധിച്ച് അവരുടെ വ്യഗ്രതയും താല്പര്യമൊക്കെ കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ചിലരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് നമ്മോട് താല്പര്യപ്പെടുക, നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഈ 4 പേരും 4 മൂലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. ഈ പക്ഷപാതക്കാരനെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവനാ, അതെന്ന് കിടപ്പാ. പക്ഷെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഈ 4 പേർക്കും, ഇവനെ യേശുവിൻ്റെ അടുക്കൽ ഇറക്കി വെക്കണം, യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരണം. ഇങ്ങോട്ട് വന്ന പടിയെ നോക്കിയപ്പോൾ പുരുഷാരം മുഴുവൻ അടഞ്ഞു നിൽക്കുക, കയറാൻ ഒരു മാർഗവും ഇല്ല. സ്വതന്ത്രം ഇട്ടേച്ച് പോയില്ല. മാർഗമില്ലെങ്കിലും മാർഗം ഉണ്ടാക്കി. എവിടാ? വീടിൻ്റെ മണ്ട പൊളിച്ചു. വീട്ടുകാരൻ ചില നഷ്ടങ്ങളും കട്ടങ്ങളും ഒക്കെ സഹിക്കണം. യേശു നിന്റെ വീടിനകത്ത് ഉണ്ടെങ്കിൽ ചില കട്ടങ്ങളും നട്ടങ്ങളും ഒക്കെ നീ സഹിക്കേണ്ടി വരും. ചിലപ്പോൾ മണ്ട പൊളിച്ചെന്ന് വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യേശുവിൻ്റെ അടുക്കലേക്ക് അവനെ എന്ത് ചെയ്തു? ഇറക്കി വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ 4 പേരും യേശുവിൻ്റെ അടുക്കലേക്ക് ഇവനെ ഇറക്കി വെക്കുവാൻ പെട്ട പാട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാൻ ഒരുത്തൻ താത്തി പിടിച്ചാൽ ഒരു വശവും കൊണ്ടങ്ങ് പോകും, വേറൊരുത്തൻ താത്തി പിടിച്ചാൽ മറ്റേ വശവും കൊണ്ടുപോകും. താരാഭാഗത്ത് പിടിച്ചിരിക്കുന്ന 2 പേര് കൃത്യമായി പിടിച്ചില്ലെങ്കിൽ തല ഒരു വശത്തോട്ട് പോകും. അപ്പൊ ഇവരുടെ ആ പിടുത്തം ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞേ. ഇവരുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, ഇവനെ യേശുവിൻ്റെ അടുക്കലേക്ക് ഇറക്കി വെക്കുക, വല്ല വിധേനെ യേശുവിൻ്റെ അടുക്കൽ ഇവനെ എത്തിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ
ഒരു വേദപണ്ഡിതനായ ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്നത്, ഈ 4 പേരും ഇതുപോലെ 4 രോഗികളായിരുന്നു. യേശു അവരെ സൗഖ്യമാക്കിയതാ. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, അവർ കൊണ്ടുവരുന്ന സഹോദരനും വിടുതൽ പ്രാപിക്കണം. കേട്ടോ, അനുഭവിച്ച് വിടുതൽ ഏറ്റെടുത്തവർക്ക് ചിലരെ കൂടെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ പറ്റൂ. അവനെ വഴി വിട്ടേച്ച് പോകത്തില്ല. അവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിൻ്റെ അടുക്കൽ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് കിടക്കയെടുത്ത് നടന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. വഴിയടഞ്ഞു നിന്ന പുരുഷാരം അകന്നു മാറി. അവൻ എന്ത് ചെയ്തു? സൗഖ്യം പ്രാപിച്ച് മുൻപോട്ട് വന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ അതല്ലല്ലോ പറഞ്ഞു വരുന്ന പുരുഷാരത്തെ കുറിച്ച് പറഞ്ഞു വരികയാ. ഈ പുരുഷാരം വഴിയടഞ്ഞു നിൽക്കുക. ഇതുപോലെ സക്കായിക്കും പുരുഷാരം എന്ത് ചെയ്യുക? വഴിയടഞ്ഞു നിൽക്കുക. അവൻ ഓടി ഓടി കാട്ടത്തിമേൽ കയറി. ഒറ്റ ആഗ്രഹമുള്ളൂ, യേശുവിനെ കാണണം, യേശു എന്നെ കാണരുത്. അങ്ങോട്ട് കയറി മേളിൽ നിന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. യേശുവിനെ കാണാൻ പറ്റുമോ? പുരുഷാരം ഇങ്ങനെ വരികയല്ലേ. ഏതായാലും മുകളിൽ നിന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തിയുടെ ചുവട്ടി വന്ന് യേശു മുകളിലോട്ട് നോക്കി. യേശു ശിഷ്യന്മാരും ഒക്കെ ഒരുപോലെ ആയിരിക്കുന്ന സമയമില്ലല്ലോ, പരിമിതി ഉള്ളതുകൊണ്ട് വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല. യേശു മുകളിലേക്ക് നോക്കിയിട്ട് സക്കായിയെ വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. നോക്കണേ, കയറാൻ വലിയ ബന്ധപ്പാടൊന്നുമില്ല, പക്ഷെ എഴുതിയിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്, ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. കേട്ടോ, യേശുവിൻ്റെ വാക്കിൻ്റെ മുൻപിൽ ഇറങ്ങി വരാൻ ഇച്ചിരി പാടാ. സ്തോത്രം. ഒരാൾ പറഞ്ഞിരിക്കുന്നത് 2 കുപ്പിയക്കാരയിലുണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഒരു കാര്യം, ഇറങ്ങാൻ ഇച്ചിരി പാടാ. ഇരിക്കുന്ന പരുവത്തിന്നേ എൻ്റെ കർത്താവ് അവനെ പിടിച്ചിറക്കിയെന്നേ. ഇവൻ ആഗ്രഹിച്ചു യേശുവിനെ കാണാൻ. യേശു പറഞ്ഞു, സക്കായിയെ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കുക. ഉണ്ടോ? ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറത്ത് സക്കായിയുടെ ഭവനത്തിലേക്ക് എൻ്റെ കർത്താവ് അന്ന് സക്കായിയോട് കൂടെ പാർക്കാൻ പോവുക. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കർത്താവ് സ്തോത്രം ഇങ്ങോട്ട് വിളിക്കാതെ ചെന്ന് പാർത്തൊരു വീടാ സക്കായിയുടെ വീട്. ഇങ്ങോട്ട് വിളിച്ചില്ല, വാ കർത്താവ് വന്ന് പാർക്കേ, ഇന്ന് രാത്രി ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരുക്കിത്തരാമെന്നൊന്നും പറഞ്ഞില്ല. ഓരോ ഒരുക്കവും കർത്താവിന് വിഷയമല്ല. ആഗ്രഹിക്കുന്ന ജീവിതങ്ങളെ അത്ഭുതകരമായി സഹായിപ്പാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ഈ 1-ാം തീയതി രാവിലെ സമയം ഈ വചനം കേൾക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൻ്റെ മേഖലകളിൽ യേശുവുമായി ഒന്ന് ബന്ധപ്പെട്ടിട്ട് എനിക്കെൻ്റെ യേശുവുമായ ഒരു വിടുതൽ ആവശ്യമുണ്ട്, അവൻ്റെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് വ്യാപരിക്കേണ്ടത് ആവശ്യമുണ്ടെന്നുള്ള ആഗ്രഹത്തോടും ആവേശത്തോടും കൂടെ അവനെ കാണുവാൻ അവൻ്റെ സതി മുഴങ്കാലും അടക്കി ജാഗരിക്കുന്ന ദൈവവൈതലേ, കഴിഞ്ഞ ചില ദിനങ്ങൾ പരാജയത്തിൻ്റെ ദിനങ്ങളാണെന്ന് തോന്നിയേക്കാം. യേശു എന്നെ കണ്ടില്ലല്ലോ, എൻ്റെ വിഷയത്തിൻ്റെ മുൻപിൽ എൻ്റെ യേശു നിന്നില്ലല്ലോ, ഞാനുമായി ഒരു ഉടമ്പടിയിലേക്ക് എൻ്റെ കർത്താവ് വന്നില്ലല്ലോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നവരാ. എന്നാൽ ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് സംസാരിക്കുന്നു. നീ ആവശ്യത്തോടെ ആഗ്രഹത്തോടെ ആവശ്യബോധത്തോടെ എൻ്റെ കർത്താവിനെ കാത്തിരുന്നാൽ അവൻ നിന്നെ വിട്ടു പോകുന്നവനല്ല. നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി നിന്നോടുകൂടെ പാർക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്റെ കുടുംബത്തിൽ വരുന്ന ഒരു കർത്താവുണ്ട്, നിന്നോട് സംസാരിക്കുന്ന ഒരു കർത്താവുണ്ട്. യേശു സക്കായിയുടെ വീട്ടിൽ വന്ന് പാർത്തു. ശ്രദ്ധിക്കണേ, യേശു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേ സക്കായിക്ക് മാനസാന്തരം ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ വിചാരിക്കുന്നു യേശുവിന് കാപ്പി ഒക്കെ ക്രമീകരിച്ച് ആഹാരമൊക്കെ ക്രമീകരിച്ചു കൊടുത്ത് ഇങ്ങനെ യേശുവുമായിട്ട് സംഭാഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു തിരുവെഴുത്തുകളെ ആധാരമാക്കി സക്കായിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതിനിടെ സക്കായി പറഞ്ഞത് കേൾക്കണോ? കർത്താവേ, ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നോക്കണേ. സക്കായിയുടെ അകത്ത് മാനസാന്തരം ഉണ്ടായി. യേശു എന്താ പ്രസംഗിച്ചെന്നൊന്നും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. യേശു എന്താ പഠിപ്പിച്ചതൊന്നും അറിയത്തില്ല. യേശു വീട്ടിൽ വന്ന് പാർത്തു എന്നുള്ളത് സത്യമാ. അവൻ യേശു സക്കായിയോട് സംസാരിച്ചു എന്നുള്ളത് സത്യമാ. പക്ഷേ അവൻ്റെ അകത്ത് മാനസാന്തരം ഉണ്ടാകാൻ തുടങ്ങി. അവൻ്റെ ജീവിതം രൂപാന്തരപ്പെടാൻ തുടങ്ങി. ഇന്നും അനേകരെ യേശുവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, പക്ഷെ യഥാർത്ഥമായ മാനസാന്തരം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. യേശു ഉണ്ട്,
പക്ഷെ ജീവിതം രൂപപ്പെടുന്നില്ല, മാനസാന്തരം വരുന്നില്ല. മാനസാന്തരം എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം പെടുന്നതല്ല, ദിനംതോറും മാനസാന്തരപ്പെടണം. വെളിപ്പാട് പുസ്തകമേ അവൻ 7 സഭകളോട് പറയുന്ന ദൂതുകൾ ശ്രദ്ധിക്കുക. മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. 7 സഭകളോടുമുള്ള ദൂതാ മാനസാന്തരം. എന്നും മാനസാന്തരപ്പെടണം. ഇന്ന് രാവിലെ മാനസാന്തരപ്പെടണം. ഇന്ന് രാവിലെ ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിക്കണം. അടിച്ച് കഴുകി അകത്തരത്തിൽ വന്നിട്ടുള്ള അശുദ്ധിയെ തൂത്തുവാരി ഈ രാവിലെ സമയം മാനസാന്തരപ്പെടണം. മറ്റുള്ളവരോട് മാനസാന്തരം പ്രസംഗിക്കുന്നവരാണ് നമ്മൾ. പലപ്പോഴും നമ്മൾ മാനസാന്തരപ്പെടുന്നില്ല. നമ്മുടെ അകത്ത് പലപ്പോഴും അഴുക്കും വയ്യാവേലിയൊക്കെ കയറിയിരുന്നിട്ട് പലപ്പോഴും യേശുവിനെ ഉള്ളതുപോലെ അനുഭവിക്കുന്നു എന്ന് പറയുന്ന വേദപുസ്തകം കക്ഷത്ത് വെച്ച് നടക്കുന്ന പുള്ളികൾ, മാനസാന്തരത്തിൻ്റെ അനുഭവം നമ്മുടെ അകത്തുണ്ടോ എന്ന് ഇന്ന് രാവിലെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ശ്രദ്ധിക്കണമേ, യഥാർത്ഥമായൊരു മാനസാന്തരം. പണ്ട് ഞാൻ ഒരു ദൈവദാസൻ പറഞ്ഞു കേട്ടത് ഒരു കാര്യം പറയാം. പഴയ ഒരു ദൈവദാസൻ, അദ്ദേഹം നിത്യത വിശ്രമിക്കുന്നു. പണ്ട് ഒരു വലിയ ഉണർവുണ്ടായപ്പോൾ ഒരു വലിയ പെരുങ്കള്ളൻ മാനസാന്തരപ്പെട്ട പോലെ എല്ലാം കാണിച്ചു, കൈയെല്ലാം പൊക്കി. ഞാനിതാ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അവനെ വിളിച്ച് പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ചോദിച്ചു, നീ ചെയ്ത തെറ്റ്, ഞാൻ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എല്ലാം ഏറ്റു പറയാമെന്ന് പറഞ്ഞു. പലരുടെയും മോട്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇന്നടത്ത് അർദ്ധരാത്രി ചെന്നൊരു കാളയെ മോട്ടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവദാസൻ പറഞ്ഞു, അന്നത്തെ രീതി അങ്ങനെയാ, അത് തിരിച്ചു കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് എവിടെയാണെന്ന് എനിക്ക് നല്ല പിടിയില്ല പാസ്റ്റർ എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഒത്തിരി വീടുകളുള്ള സ്ഥലമാണ്. ആ വീടിൻ്റെ ആ ഇടയിൽ കൂടെ ചെല്ലുമ്പോൾ ഒരു കാര്യം വിളിച്ചു പറയണം. ആരുടെയെങ്കിലും കാളയെ കാണാനുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, ശരി, അങ്ങനെ ചെയ്യാം. വീട് പിടിയില്ലാത്ത കൊണ്ട് ഒത്തിരി വീടുകൾ തിങ്ങിയിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് മാനസാന്തരപ്പെട്ട മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പാസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹം ചെയ്യാൻ തയ്യാറായി. ഇദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ ആ വീടുകളുടെ നടുവിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയുകയാണ്, ആരുടെയെങ്കിലും ഒരു കയറ് കാണാനുണ്ടോ? അറ്റത്തൊരു കാളയും. ഈ കാളയെന്ന് പറയുന്നത് പതുക്കെയാ പറയുന്നത്. ആരുടെയെങ്കിലും ഒരു കയറ് കാണാനുണ്ടോ എന്നാ പുള്ളി ചോദിക്കും. അപ്പം മാനസാന്തരം എത്രമാത്രം ഉണ്ടെന്നുള്ളതാ. ആരുടെയെങ്കിലും ഒരു കയറ് കാണാനുണ്ടോ? അറ്റത്തൊരു കാളയും. അപ്പൊ കയറ് കാണാനുണ്ടെന്നുള്ളത് അതിന്റെ തുമ്പത്ത് അറ്റത്തൊരു കാള. അതാരും കേൾക്കുന്നില്ല. നോക്കണേ, യഥാർത്ഥ മാനസാന്തരമാണോ അത്? കാളെ കാണാനുണ്ടോ എന്താ ചോദിക്കേണ്ടത്? പക്ഷെ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആരുടെയെങ്കിലും ഒരു കയറ് കാണാനുണ്ടോ? അതിൻ്റെ അറ്റത്തൊരു കാളയും. ഇത് യഥാർത്ഥ മാനസാന്തരമാണോ? യേശുവിനെ കണ്ടവൻ്റെ പ്രത്യേകത അവൻ മാനസാന്തരപ്പെട്ടു എന്നുള്ളതാണ്. ജീവിതത്തിൽ വന്ന വൈകല്യങ്ങളും കുറവുകളും എല്ലാം ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ മുൻപിൽ വെച്ച് അവൻ്റെ മനസ്സിന് അന്തരം വന്നു. കർത്താവ് പറയാ, ഇവൻ അബ്രഹാമിൻ്റെ മകനാണ്. ഇവൻ വാസ്തവത്തിൽ ഇവൻ യഹൂദനായിരുന്നു ഇന്നലെ വരെ. പക്ഷെ വിശ്വാസത്താൽ അബ്രഹാമിന്റെ മകനായി അവന്റെ അകത്തും അവന്റെ കുടുംബത്തിലും അവന്റെ ജീവിതത്തിലും യേശു വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിശ്വാസത്താൽ അവൻ ആത്മീക മകനായി അവൻ വിടുതൽ അനുഭവിച്ചു. അവൻ കാണാതെ പോയിരുന്നു. അവൻ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? ഭവനത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അവന്റെ ജീവിതം വിടുതലായി മാറിയിരിക്കുന്നു. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ തുടങ്ങിയ സമയത്തിൻ്റെ പരിമിതി മൂലം ഈ രാവിലെ സമയം യേശുവിനെ കാണുവാൻ താല്പര്യപ്പെടുന്ന സക്കായിയെ പോലെയുള്ള ജീവിതങ്ങൾ ഈ ദിവസങ്ങളിൽ പുരുഷാര നിമിത്തം കഴിയാതിരിക്കുമ്പോൾ ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി യേശു അവനെ കണ്ടു. അവൻ്റെ ഭവനത്തിലെത്തി. അവൻ്റെ ജീവിതം മാറി, അവൻ്റെ കുടുംബം മാറി, അവൻ മാനസാന്തരപ്പെട്ടു. യേശു ഉള്ള ജീവിതങ്ങളെ അത്ഭുതങ്ങളിലൂടെ നടത്തുന്ന ദൈവത്തിന്റെ കരം ഈ രാവിലെ സമയം വ്യാപരിച്ചു കൊണ്ടിരിക്കുക. നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ പറഞ്ഞാട്ടെ. എൻ്റെ ജീവിതത്തിൽ കർത്താവെ ആകാത്ത അനുഭവങ്ങളെ ഇന്ന് രാവിലെ സമയം കഴുകി മാറ്റി അങ്ങനെ ശുദ്ധീകരിച്ച് അങ്ങയുടെ മകനാക്കി മകളാക്കി നിലനിർത്തി ആ ദിവ്യമായ അനുഭവത്തിലൂടെ മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം എനിക്കൊരാഗ്രഹമുണ്ട്. അങ്ങയുടെ സാന്നിധ്യം ഞാൻ കൊതിക്കുന്നു, അങ്ങയുടെ കൃപ ഞാൻ കൊതിക്കുന്നു, അങ്ങയുടേതായ അഭിഷേകം ഞാൻ
കൊതിക്കുന്നു. ഇന്ന് രാവിലെ സമയം എൻ്റെ ഭവനത്തിൽ വരണമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടണമേ, അങ്ങ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഏവരെയും കർത്താവ് രക്ഷിക്കണമേ. അങ്ങോട്ട് വചനത്തിനൊത്തവണ്ണം ജീവിതങ്ങളെ രൂപപ്പെടുത്തി ആമേൻ മാനസാന്തരപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിനൊത്തവണ്ണം അനേകരെ കർത്താവിനെ അറിയുവാനും കർത്താവിനോട് ബന്ധപ്പെടുവാനും വചനം ഏറ്റെടുക്കുവാനും ഈ ശുശ്രൂഷ മുഖാന്തരമാകണമേ. ഞങ്ങളുടെ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും എല്ലാം ആശീർവദിച്ചാട്ടെ. എല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.